വരുന്ന 2 തെരഞ്ഞെടുപ്പുകളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാനാണ് ബി.ജെ.പിയുടെ ശ്രമം. അതിന്റെ ഭാഗമായി തന്നെ പല ഘടകകക്ഷികളുമായി ചർച്ച നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വാർത്ത 2020യുമായി ബി.ജെ.പി സഖ്യത്തിലേക്ക് പോകുന്നു എന്നതാണ്. അപ്പോൾ ബി.ജെ.പിയുടെ വിജയപ്രതീക്ഷ എങ്ങനെയായിരിക്കും? ഇപ്പോൾ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ലക്ഷ്യം, വളരെ ടാർഗറ്റ് അവർ മുൻകൂട്ടി നിശ്ചയിച്ചത്, അതിൽ വരുന്നത് 2 കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളതാണ്. ഒന്ന് തിരുവനന്തപുരം, അതുപോലെ രണ്ടാമത്തത് തൃശ്ശൂർ. ഇത് രണ്ടുമാണ് അവരുടെ ലക്ഷ്യമായി വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിലൊരു വലിയ ട്വിസ്റ്റ് വന്നിരിക്കുന്നു. ഒരെണ്ണം കൂടി ഇപ്പോൾ ചേർന്നിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനമായ കൊച്ചി കോർപ്പറേഷൻ കൂടി പിടിക്കാനുള്ള ശ്രമം പെട്ടെന്ന് വന്നിരിക്കുന്നു. ഇപ്പോഴേ പ്രവർത്തനമണികൾ തുടങ്ങിയിട്ടുണ്ട്. ഗ്രാമാന്തരങ്ങളിലൊക്കെ ബി.ജെ.പി അതിൻ്റെ പ്രവർത്തനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉദ്ദേശിച്ച് നടത്തുന്നുണ്ട്. കേഡർമാരും അതുപോലെ തന്നെ മധ്യനിര നേതാക്കന്മാരും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് കൊച്ചിയിൽ ഈ സംഭവവികാസം ഉണ്ടായിരിക്കുന്നതിൻ്റെ ഇംപീറ്റസ് എന്ന് പറയുന്നത്, അവിടുത്തെ പെട്ടെന്ന് ഉദിച്ചുയർന്ന പാർട്ടിയായിട്ടുള്ള ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി എങ്ങനെ ഉയർന്നു വന്നു അതുപോലെ ഉയർന്നു വന്ന 2020 എന്ന് പറയുന്ന പാർട്ടിയാണ്. അതിൻ്റെ നേതാവായിട്ടുള്ള സാബു എം ജേക്കബ്, നമുക്കറിയാം, കേരളത്തിലെ വ്യവസായ നയത്തിൽ പ്രതിഷേധിച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തീരെ ഇല്ലെന്നുള്ള പരാതിയെ തുടർന്ന് ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വ്യവസായ സ്ഥാപനങ്ങൾ ഉപേക്ഷിച്ച് ആന്ധ്രാപ്രദേശിൽ പോയി നല്ല നിലയിൽ നടത്തുന്ന ആളാണ്. പക്ഷെ അത് അദ്ദേഹം നല്ല നിലയിൽ നടത്തുന്ന സമയത്താണ് പെട്ടെന്ന് ട്രംപിൻ്റെ 50% ചുങ്കം വന്ന് അമേരിക്കയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളുടെ, പ്രത്യേകിച്ചും ബേബി ഡ്രസ്, കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളുടെ വ്യാപാരത്തിൽ, കയറ്റുമതിയിൽ വൻപിച്ചൊരു ഇടിവ് വന്നു. അത് അദ്ദേഹം പരിഹരിച്ചത് ഗുജറാത്തിലെ തുണിമില്ലുകളുമായിട്ട് ചേർന്നിട്ട് അവിടെ തുണി നിർമ്മിച്ച് വിതരണം ചെയ്യാൻ ഉള്ള ഒരു ആസൂത്രണം തയ്യാറാക്കിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ ആത്മനിർഭർ ഭാരതിലൂടെ തുണിത്തരങ്ങൾ ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കാനുള്ള മാർക്കറ്റ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ബ്രിട്ടനുമായിട്ട് നമ്മളുണ്ടാക്കിയ സ്വതന്ത്ര കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് മിച്ചമുള്ളവ കയറ്റി അയക്കുകയും ചെയ്ത് ഇപ്പോൾ വൻ ലാഭത്തിലാണെന്ന് മാത്രമല്ല, അപ്പോൾ തന്നെ അദ്ദേഹത്തിന് വിറ്റ മുതൽ തിരിച്ചു കിട്ടുന്നുണ്ട്. അമേരിക്കയിലേക്ക് ഇത് കയറ്റി വയ്ക്കുമ്പോൾ കപ്പലുകൾ 2-3 മാസമെങ്കിലും എടുക്കുവാങ്ങി ചെല്ലാൻ തന്നെ. പിന്നെയാണ് പണമിടപാട് നടക്കുക. ഇവിടെ ഇപ്പോൾ അതൊന്നുമില്ല, അപ്പോൾ തന്നെ വിറ്റാൽ ഉടൻ തന്നെ പണം കിട്ടുന്ന, റൊക്കം കാശ് കിട്ടുക എന്ന് പറയുന്ന വ്യാപാരികൾക്കും വ്യവസായികൾക്കും വലിയ ലാഭമാണ്. ഇത് എമൗണ്ടിൻ്റെ ലാഭമല്ലത്, പെട്ടെന്ന് കിട്ടുക, ലിക്വിഡ് കാശാണ്. പിന്നെ അവർക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം, അത് റോൾ ചെയ്യാം. അതുകൊണ്ട് വൻ ലാഭം ഉണ്ടാകുന്നു. ആ ലാഭം അനുഭവിച്ച് ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ വ്യവസായ നയം, ഈ പ്രതിസന്ധിയെ നേരിട്ട രീതി, കയറ്റുമതിക്കാരെ രക്ഷിച്ച രീതിയൊക്കെ വളരെയധികം. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു കരാർ വന്നിട്ടുണ്ട്. യൂറോപ്യൻ ഫ്രീ ട്രേഡ് കൺട്രീസ് എന്ന് പറയുന്ന 4 രാജ്യങ്ങൾ, അത് സ്വിറ്റ്സർലൻഡും ഉണ്ട്. അവിടേക്കും ഇപ്പോൾ തുണി കയറ്റാനുള്ള അവസരം. അപ്പോൾ ഈ നയങ്ങളൊക്കെ മോദിയുടെ ആവിഷ്കാരമാണ്, ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. അവിടേക്കൊക്കെ തുണി കയറ്റാമെന്നുള്ളത് കൊണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ തന്നെ നിലനിൽക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ 2020 പാർട്ടി. വാണിജ്യ തലസ്ഥാനമാണ് കൊച്ചി. അവിടെ തന്നെ ഒരു കൂട്ടിൽ അവരൊരുമിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ഈ ഇനിഷ്യേറ്റീവ് വന്നിട്ടുള്ളത് ബി.ജെ.പിയിൽ നിന്നല്ല, 2020 പാർട്ടിയിൽ നിന്നാണ്. അവരൊക്കെ മുൻപുള്ള ഇലക്ഷനിൽ എ.എ.പിയുമായി സഖ്യം, എ.എ.പി എന്ന് പറയുന്നൊരു ചത്ത കുതിരയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ചത്ത കുതിര, അത് തീർന്നു, വെടി തീർന്നു. അഴിമതി കേസുകളിലൊക്കെ പെട്ടിട്ടും ഒക്കെ അവർ തകർന്നു എന്നുള്ളത് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2020 വരികയാണെങ്കിൽ പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷൻ, എറണാകുളത്തിന്റെ വിവിധ മേഖലകളിൽ വലിയ മുന്നേറ്റം 2 പാർട്ടികൾക്കും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ഒരു രാജീവിന്റെ വിജയമായി മാറുമോ? ഞാൻ പറഞ്ഞല്ലോ, വ്യാപാര വ്യവസായ തലസ്ഥാനമാണ്. അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രധാനമായിട്ടും. അതുപോലെ തന്നെ റോഡുകളുടെ ഗതാഗത കുരുക്കുകളുടെ പരിഹാരം, മെട്രോ റെയിൽ പോലുള്ള വികസന പദ്ധതികൾ കൂടുതൽ ഉണ്ടായിക്കൊണ്ട് അവരുടെ യാത്രാസുഖം, ജീവിതത്തിൻ്റെ ഗുണനിലവാരം മൊത്തത്തിൽ ഉയർത്തുക എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയമില്ല ഇവിടെ. വികസനം വേണമെങ്കിൽ ബി.ജെ.പിയുടെ ഒരു പങ്കാളിത്തം വേണം എന്നാണിപ്പോൾ വന്നിരിക്കുന്നത്. രാഷ്ട്രീയം കളിക്കുക, കൊടി പറത്തുക, ട്രേഡ് യൂണിയനിസം, അതിനൊക്കെ എതിരാണ്. അപ്പോൾ CPM അധികാരത്തിൽ വരുന്നത് അവരിഷ്ടപ്പെടുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നിഷ്ക്രിയമാണ്.
അവിടുത്തെ മാലിന്യങ്ങൾ പോലും നിർമ്മാർജ്ജനം ചെയ്യാൻ കോൺഗ്രസിൻ്റെ അവിടെ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഈ രണ്ട് പാർട്ടികൾ വന്നാലും അഴിമതി ഉണ്ടാവും. അഴിമതിയെ ഭയക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞ BJP. കാരണം അഴിമതിയായിട്ട് അവിടെ ഭരണം നടത്തിയാൽ കേന്ദ്രത്തിൻ്റെ ചാട്ടവാർ ഉണ്ടാവും. കാരണം അഴിമതിരഹിതമായ ഭരണമാണ് അവരുടെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മോദി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുമായിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. രാജീവ് ചന്ദ്രശേഖറും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അഴിമതിയില്ലാത്ത ഒരു ഭരണം, സംശുദ്ധമായ ഭരണം, കൊച്ചിക്കാരുടെ ജീവിത ഗുണനിലവാരം ഉയർത്തുകയും അതേപോലെ അവിടെ വ്യവസായങ്ങളും വാണിജ്യങ്ങളും പരിപോഷിപ്പിക്കുന്നതിന് അന്തരീക്ഷവും ഒക്കെ സൃഷ്ടിക്കുന്ന ഒന്ന് തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല, ഇവിടെ BJPയുടെ ഒരു ആഭിമുഖ്യമുള്ള ഒരു കോർപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ധാരാളം പദ്ധതികൾ ഇപ്പോൾ കോർപ്പറേഷനുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. അതൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കാൻ അതിടയാക്കും. തീർച്ചയായിട്ടും BJPയുടെ ഒരു ശ്രദ്ധ അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അത് കൊച്ചിക്കൊരു തിലകക്കുറിയായിട്ട് തന്നെ പരിശോഭിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. കൊച്ചിക്ക് പ്രയോജനപ്പെടുന്നവയും കൊച്ചിയിൽ തന്നെ നടപ്പാക്കിയവയായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതാണ് ഭേദം എന്നൊരു തോന്നൽ 2020 പാർട്ടിക്ക് വന്നിട്ടുണ്ട്. ആ വർഗീയതയുടെ ആ വിഷമൊന്നും ഇപ്പോൾ BJPക്ക് ആ വിഷസഞ്ചിയൊന്നും ഇപ്പോൾ ഇല്ലാത്ത ഒരവസ്ഥയും കൂടിയാണ്. അതുമൂലമുള്ള വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവുന്നില്ല. വർഗീയത വരുന്നതും വിളമ്പുന്നതും അത് പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് വലിയ സ്വാധീനമുള്ള പാർട്ടി. അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ക്രൈസ്തവരാണ് കൊച്ചിയുടെ പോപ്പുലേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ക്രൈസ്തവരായിരുന്നു പണ്ട് വാണിജ്യം അവിടെ വിജയകരമായി നടത്തിക്കൊണ്ടിരുന്നത്. അവിടുത്തെ മികച്ച തുണി വ്യാപാര സ്ഥാപനങ്ങൾ, വസ്ത്രാലയങ്ങൾ, അതുപോലെ തന്നെ ഹോട്ടലുകൾ, ഇതിൻ്റെ എല്ലാം ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് കൊച്ചിയിൽ പണ്ട് ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. ഇപ്പോൾ അവരുടെ മേൽക്കൈ പോയി കഴിഞ്ഞു. അവരവിടെ പിന്തള്ളപ്പെട്ടു. മറ്റൊരു ന്യൂനപക്ഷ വിഭാഗമാണ് വളരെ ശക്തമായ നിലയിലുള്ള വലിയ വാണിജ്യ സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ ഒക്കെ അതിൻ്റെ ശൃംഖലകൾ നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിൻ്റെ പേരിൽ കുറച്ച് പരിക്ഷീണതരാണ് തീർച്ചയായിട്ടും അവിടുത്തെ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗം. അപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ തകർച്ച, എണ്ണത്തിലല്ല തകർച്ച സംഭവിച്ചിരിക്കുന്ന, അവരുടെ സ്വാധീനത്തിൽ തകർച്ച, വാണിജ്യ പങ്കാളിത്തത്തിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച അവരെ BJPക്ക് അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ട്. ആ ആനുകൂല്യം BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ 2020 എന്ന് പറയുന്ന അഴിമതി ഇതുവരെ ഇല്ലാത്ത പാർട്ടിയാണ്. BJP അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കും. തന്നെയല്ല നമ്മുടെ ഈ ഇതേ അങ്ങനെ ഒരു സഖ്യം വരികയാണെങ്കിൽ ആർക്കായിരിക്കും വലിയ തിരിച്ചടി ഉണ്ടാവുക? അത് അവിടെ രണ്ടിനും ഉണ്ടാവും. ഏറ്റവും വലിയ തിരിച്ചടി തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. കാരണം കോൺഗ്രസ്സുകാരായിരുന്നു കൂടുതലും ഈ ന്യൂനപക്ഷ മതങ്ങളെ സ്വാധീനിച്ചിരുന്ന കക്ഷി. അങ്ങനെയാണ് CPMന് അവിടെ ഒരു ഫുട് പ്രിൻ്റ് പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നത്. പക്ഷെ അതിപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിട്ട് അവർ വരികയാണെങ്കിൽ കോൺഗ്രസ്സിനത് ദോഷം ചെയ്യും. ഇപ്പം തന്നെ കോൺഗ്രസ്സിൽ നിന്ന് ധാരാളം പേര് ഈ മതത്തിൽ പെടാത്ത ആൾക്കാരും BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുക. കാരണം ഒരു രാഷ്ട്രീയ ശരി, പൊളിറ്റിക്കൽ കറക്റ്റായിട്ടുള്ള പാർട്ടി ഇപ്പോൾ BJP ആണെന്നൊരു ബോധ്യം ജനസാമാന്യങ്ങൾക്കിടയിലേക്ക് തനിയെ കടന്നു വരികയാണ്. BJPയുടെ വലിയ ശ്രമം ഇല്ലാതെ തന്നെ ഇതാണ് നമുക്ക് പറ്റിയത്. അതിൻ്റെ അന്താരാഷ്ട്ര നയങ്ങൾ, രാജ്യാന്തര നയങ്ങൾ, ദേശീയ സുരക്ഷയ്ക്കുള്ള അതിൻ്റെ നടപടികൾ, പ്രാദേശികമായിട്ട് നടത്തുന്ന വികസനങ്ങളിലുള്ള പങ്കാളിത്തം, ഇതെല്ലാം കൊണ്ടും തന്നെ ഉണ്ടായിട്ടുള്ള സംശുദ്ധമായ രാഷ്ട്രീയം, ഇതും കൊണ്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള മോദിയുടെ ലീഡർഷിപ്പ്, അതിൻ്റെ കരിഷ്മ, ഇതൊക്കെ വളരെയധികത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇതാകാം. അങ്ങനെയാണ് ധാരാളം പാർട്ടികളിലെ ആൾക്കാർ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു ചെറിയൊരു കാര്യം. എന്തായാലും ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കൃത്യമായൊരു ത്രികോണ മത്സരമായി മാറുമല്ലേ? അന്നേ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് BJPക്ക് ഒന്നും കിട്ടാതെ പോയത്. എത്രയും അതിന് ഇതുപോലെയുള്ള പങ്കാളികളെ കിട്ടുന്നു, കൂട്ടുകിട്ടുന്നു, അത്രയും അതിൻ്റെ ശക്തി വർദ്ധിക്കും. ഇപ്പോൾ കേരളത്തിൽ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ജയിക്കുന്ന പാർട്ടി BJP ആയിരിക്കും. ഏറ്റവും കൂടുതൽ സീറ്റുകൾ BJP നേടാൻ സാധ്യതയുണ്ട്. CPM അല്ല നേടുക. CPMന് ആ ഒരു വർഗീയ കക്ഷികളുമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. പണ്ട് CPM ചോദിച്ചിരുന്നു ഒറ്റയ്ക്ക് മത്സരിക്കാൻ ധൈര്യമുണ്ടോയെന്ന്. ഇപ്പോൾ CPM അത് ചോദിക്കത്തില്ല. നോ മോർ. അങ്ങനെ വന്നാൽ BJP ജയിക്കും. അതാണ് സ്ഥിതി. അതിനോട് ചേരാൻ വർഗീയതയുടെ ഒരു സ്റ്റിഗ്മ ആരോപിച്ച് മറ്റ് കക്ഷികൾ വരാതിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് BJP മുന്നേറാതിരുന്നത്. അക്കൗണ്ട്
തുറക്കില്ലെന്ന് PK വാസുദേവൻ നായർ വരെ പ്രവചിച്ചതാണ്. അക്കൗണ്ട് തുറന്നു കഴിഞ്ഞു. ഇനി മുന്നേറുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിന് ഇതുപോലുള്ള കക്ഷികൾ കൂട്ടുപിടിക്കണം. ഇങ്ങനെ കൂട്ടുപിടിച്ചാൽ കൂടുതൽ കക്ഷികൾ വീണ്ടും വരും. അപ്പോൾ ഇതൊരു തുടക്കമായിരിക്കും അല്ലേ? കേരള കോൺഗ്രസ് അടക്കമുള്ളവരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കുറച്ച് നാളുകളായി തന്നെ BJP തുടരുന്നുണ്ടല്ലോ. വരും. നല്ലൊരു ഭരണം കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും അവർ വരും. ഇപ്പോൾ ഈ മുന്നേറ്റം തുടരുകയാണെങ്കിൽ ആ പൊളിറ്റിക്കൽ റീഡിംഗ് ഉണ്ടാവും. അടുത്ത പ്രാവശ്യം ഇവർ തന്നെ ജയിക്കുമെന്നൊരു തോന്നലുണ്ടാവും. വലിയ മാറ്റങ്ങൾക്ക് അത് വഴിവെക്കും. BJP അത്ര തൊട്ടുകൂടാത്ത അസ്പൃശ്യത കൽപ്പിക്കേണ്ട പാർട്ടിയല്ല എന്നൊരു ബോധോദയം തീർച്ചയായിട്ടും ഉണ്ടാവും. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്നല്ല, ക്രമേണ വരുന്ന ഒരു മാറ്റമാണ്. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. BJPക്കും അക്കാര്യത്തിൽ പലതും ചെയ്യാറുണ്ട്. വർഗീയത വളർത്തുന്ന പ്രസംഗങ്ങളും പ്രവൃത്തികളും ചെയ്യാൻ പാടില്ല. അല്ല, അത് ഇപ്പൊ കുറച്ചു നാളുകളായി BJP വികസനം എന്ന ഒറ്റ അജണ്ടയിൽ മാത്രം ചുരുങ്ങുന്നത് കൊണ്ടാണോ ഇത്തരം സംഘടനകൾ BJP കൈകൊടുക്കാനുള്ള? അതിന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറെ കേരളത്തിലെ BJPയുടെ പ്രസിഡന്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ലക്ഷ്യം വെച്ച് തന്നെ അമിത്ഷാ രാഷ്ട്രീയ ചാണക്യനാണ്. ഈ രണ്ട് മുന്നണികളെയും മടുത്തു കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്ക്. അവർക്ക് വേണ്ടത് വികസനമാണ്. വികസനം എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ഏശുന്നത് കേരളത്തിലെ വോട്ടർമാർക്കിടയിലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.